നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പദ്ധതി വീട്ടമ്മ പെൻഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ഫെബ്രുവരി മാസം പെൻഷൻ ലഭിച്ച ആളുകൾ, ഫെബ്രുവരി മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകൾ, അപേക്ഷ സമർപ്പിച്ച ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. മാർച്ച് മാസത്തിൽ ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ കാണിക്കുക. അവിടെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി തിരച്ചിൽ വിവരങ്ങൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 രൂപത്തിൽ നമുക്ക് നമ്മുടെ പെൻഷൻ വിവരങ്ങൾ ചെക്ക് ചെയ്യാം. അതിൽ ആദ്യത്തേത് പെൻഷൻ ഐ ഡി ആണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ഐ ഡി അപ്രൂവലായി ഐ ഡി മെസ്സേജായി വന്ന ആളുകൾക്ക് ഈ ഐ ഡി അറിയുമെങ്കിൽ ഇങ്ങനെ ഐ ഡി അവിടെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ അവിടെ കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ സ്മാർട്ടിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു അപ്ലിക്കേഷൻ ഫയൽ നമ്പർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ അപേക്ഷ നമ്പറും അവിടെ കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ കൊടുത്താൽ മതി, 3 കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നമ്മുടെ സുരക്ഷാ ഐ ഡി, അതല്ലെങ്കിൽ ആധാർ നമ്പർ, അതല്ലെങ്കിൽ സ്മാർട്ട് ഫയൽ നമ്പർ. ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരം പെട്ടെന്ന് ലഭിക്കുക അവിടെ ആധാർ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇത് താഴെ കാണിക്കുന്ന 6948 എന്ന് ഇപ്പോൾ കാണിക്കുന്ന നമ്പർ അത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഈ നമ്പർ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ ഈ റൗണ്ട് കാണിക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ വീണ്ടും പുതിയ നമ്പറായിട്ട് വരും. അവിടെ കൊടുത്തതിന് ശേഷം തിരയുക എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അവിടെ നമ്മൾ കാണിക്കുന്ന സമയത്ത് അവിടെ അപ്രൂവൽ എന്ന് കാണിച്ച് നമുക്ക് പെൻഷൻ ഐ ഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ്. അതല്ല അവിടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ പെൻഷൻ അപ്രൂവൽ ആയിട്ടില്ല, അതിപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പെൻഷൻ ഈ മാസം ലഭിക്കുകയില്ല, മാർച്ച് മാസത്തിൽ പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പറുടെ സഹായത്തോടെ നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷണം നടത്തി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് അന്വേഷണം നടത്തണം. പല ആളുകളുടെയും ഫയൽ റിജക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവർ വീണ്ടും സബ്മിറ്റ് ചെയ്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ അപേക്ഷ അപ്രൂവൽ ആയിട്ടുണ്ട്. അങ്ങനെ അപ്രൂവൽ ആയവരുടെ വിവരങ്ങൾ മാത്രമായിരിക്കും അവിടെ കാണിക്കുക. അല്ലാത്ത ആളുടെ വിവരങ്ങൾ അവിടെ കാണിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു, വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത്. വിവരങ്ങൾ ലഭ്യമല്ലാത്തത് നിങ്ങൾ അപേക്ഷ അപ്രൂവൽ ആകാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ സ്മാർട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നമ്മളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അത് അപ്രൂവൽ ആയിട്ടുണ്ടാവില്ല. ഒന്നുകിൽ അത് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കുന്നെങ്കിൽ നമ്മൾ ആ ഫയൽ എന്തെങ്കിലും കാലത്ത് അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മൾ ആദ്യം കാണിച്ച ലിങ്കിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമാണെന്ന് കാണിച്ച ആടിൽ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് പണം ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ അറിയാൻ സാധിക്കും. ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ അടിയിൽ ലിങ്ക് നമ്മൾ കമൻറ്റായി കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.